ചിലപ്പോൾ കള്ള് ഷാപ്പുകളിൽ പറയുന്ന ചർച്ചയാണ് സിനഡാലിറ്റി എന്ന വാക്കിനെ കുറിച്ച്. എടാ, നമ്മുടെ വികാരിയച്ഛൻ അത്ര സിനഡാലിറ്റി ഉള്ള ആളല്ല. ഞാൻ പറഞ്ഞു കേട്ടില്ല. ഞാൻ പറഞ്ഞു കേൾക്കുന്നതല്ല സിനഡാലിറ്റി. കുറച്ച് പേര് വന്ന് സമ്മർദ്ദം ചെലുത്തുമ്പോൾ അത് മാറ്റി, ആ തീരുമാനം ഇങ്ങനെയാക്കി. വേറെ കുറച്ച് വന്ന് അത് പറ്റില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് മാറ്റി. ഇങ്ങനെ കിടന്ന് ആടി വലയുന്ന ഒരു തീരുമാന രീതി അല്ല സിനഡാലിറ്റി. ആഗോള കത്തോലിക്ക സഭയിൽ 2023-24 വർഷങ്ങളിൽ പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം മാർപ്പാപ്പ ആവശ്യപ്പെട്ടിരിക്കുന്നത് സിനഡാലിറ്റിയാണ്. സിനഡാലിറ്റി എന്ന വാക്കിന് ഒരു പ്രത്യേക അർത്ഥമുണ്ട്. 3 കാര്യങ്ങളാണ് ലക്ഷ്യം വയ്ക്കുക: കമ്മ്യൂണിയൻ, പാർട്ടിസിപ്പേഷൻ, മിഷൻ. ഇവിടെ ആളുകളായിട്ട് ഡിസ്കസ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത കൃത്യമായിട്ടുണ്ട്. ജനങ്ങളുമായിട്ട്, ദൈവജനമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് ദൈവസ്വരം ദൈവജനത്തിലൂടെ കേൾക്കാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കണം. അത് സത്യമാണ്. അതേസമയത്ത് ഇന്ന് ഈ സിനഡാലിറ്റി എന്ന വാക്കിനെ പലരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ കള്ള് ഷാപ്പുകളിൽ പറയുന്ന ചർച്ചയാണ് സിനഡാലിറ്റി എന്ന വാക്കിനെ കുറിച്ച്. എടാ, നമ്മുടെ വികാരിയച്ഛൻ അത്ര സിനഡാലിറ്റി ഉള്ള ആളല്ല. ഞാൻ പറഞ്ഞു കേട്ടില്ല. ഞാൻ പറഞ്ഞു കേൾക്കുന്നതല്ല സിനഡാലിറ്റി. സിനഡാലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം 3 വാക്കുകൾ ഉപയോഗിക്കും ഞാൻ: ഡിസ്കസ്, ഡിസേൺ, ഡിസൈഡ്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഈ 3 രീതി അവലംബിക്കുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സിനഡാലിറ്റി. ഡിസ്കസ്, ഡിസേൺ, ഡിസൈഡ്. ഡിസ്കസ് ആരുമായിട്ട്? ഡിസ്കസ് വിത്ത് ദ പീപ്പിൾ കൺസേൺഡ്. തീർച്ചയായിട്ടും വേണം. അതിനുശേഷം സെക്കൻഡ് സ്റ്റേജാണ് ഡിസേൺ. അത് ഡിസേൺ വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ഡിസേൺ വിത്ത് ദ സ്പിരിറ്റ്. ഞാനൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പായിട്ട് ആളുകളായിട്ട് ആലോചന ചോദിക്കണം. അതിനുശേഷം ഞാൻ ഡിസേൺ ചെയ്യേണ്ടത് ഒരു ഹ്യൂമൻ കൺസിഡറേഷനും കൂടാതെ ആത്മാവിൻ്റെ പ്രചോദനത്തിനനുസരിച്ചാണ് ഞാൻ തീരുമാനം എടുക്കേണ്ടത്. ഐ ഷുഡ് ഡിസേൺ വിത്ത് ദ സ്പിരിറ്റ്, വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ആൻഡ് ഐ ഷുഡ് ഡിസൈഡ് വിത്ത് ജീസസ് ഇൻ പ്രയർ. ഗെത്സമനിൽ കർത്താവിൻ്റെ അരികിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട്, ദൈവമേ, എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം മാത്രം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേണം ഞാൻ പ്രാർത്ഥനയിൽ തീരുമാനങ്ങൾ എടുക്കാൻ. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് സിനഡാലിറ്റി, മാർപ്പാപ്പ പറഞ്ഞില്ലേ സിനഡാലിറ്റി. സിനഡാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു കേൾക്കണം. ഞാനൊരു തീരുമാനം എടുത്തു, പ്രാർത്ഥിച്ച് ജനങ്ങളെ കേട്ട് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞൊരു തീരുമാനമെടുത്തു. കുറച്ച് പേര് വന്ന് സമ്മർദ്ദം ചെലുത്തുമ്പോൾ അത് മാറ്റി, ആ തീരുമാനം ഇങ്ങനെയാക്കി. വേറെ കുറച്ച് വന്ന് അത് പറ്റില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് മാറ്റി. ഇങ്ങനെ കിടന്ന് ആടി വലയുന്ന ഒരു തീരുമാന രീതി അല്ല സിനഡാലിറ്റി. സിനഡാലിറ്റി എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ജനങ്ങളോട് ദൈവജനത്തിൻ്റെ സ്വരം നമ്മൾ കേൾക്കണം. ദൈവസ്വരം അതിലൂടെ വെളിപ്പെടുത്തി കിട്ടുന്ന സ്വീകരിക്കണം. എന്നിട്ട് ആത്മാവിൻ്റെ പ്രചോദനങ്ങൾക്കൊത്ത് തീരുമാനമെടുക്കണം. അത് വെറുതെ മാനുഷിക പരിഗണനയൊന്നും പാടില്ല. ദൈവത്തിൻ്റെ ഹിതം മാത്രം. ഗലേഷ്യൻസ് 1:10, 1-ാം അധ്യായം 10-ാം തിരുവചനം. ഞാനതിനെ വണ്ടൻ വചനം എന്നാ പറയുക. വണ്ടൻ വചനം. നീ ദൈവത്തെ പ്രീതിപ്പെടുത്താനാണോ ആഗ്രഹിക്കുന്നത്, മനുഷ്യരെ പ്രീതിപ്പെടുത്താനാണോ? മനുഷ്യരെ പ്രീതിപ്പെടുത്താനാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നീ ഒരു ക്രിസ്ത്യാനിയല്ലെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. Whether you want to please God or man, if you want to please man, you are not a Christian. Galatians 1:10 മറക്കണ്ട, നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകേണ്ട തിരുവചനമാണത്. അതോടൊപ്പം തന്നെ ഞാനിവിടെ കൂട്ടിച്ചേർക്കട്ടെ അനുസരണത്തെക്കുറിച്ച്. ഒരു അനുസരണക്കേടിൻ്റെ ഒരു നീണ്ട ചരിത്രമാണ് എല്ലാവർക്കും എന്ന് പറയാനുള്ളത്. ഞാൻ പറയാം, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ നമ്മുടെ എല്ലാ വീടുകളിലും എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ വായിക്കണം. എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? അതിനകത്ത് തിരുവചനമാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ 1-2 തിരുവചനങ്ങൾ എല്ലാവരും വായിക്കണം. വീടുകളിൽ എന്നും വായിച്ചുകൊണ്ടിരിക്കണം, ആവർത്തിച്ച്. അധികാരം ദൈവദത്തമാണ്. അധികാരത്തെ ധിക്കരിക്കുന്നത് ദൈവിക സംവിധാനത്തെ ധിക്കരിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ അധികാരത്തെ ധിക്കരിക്കുന്നവർ അവർക്ക് തന്നെ ശിക്ഷാവിധി വരുത്തി വയ്ക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ പെട്ടെന്നൊന്നും ശിക്ഷാവിധി ഉണ്ടായെന്ന് വരില്ല.
ഏദൻ തോട്ടത്തിൽ ഹൗവാമ്മ ദൈവം കടിക്കരുതെന്ന് പറഞ്ഞ ആപ്പിൾ കയറി കടിച്ചു. ഞാൻ ദൈവമാകാൻ പോകുന്നു എന്നുള്ളൊരു ഹീറോ ആകുന്ന ചിന്തയാണ് ഹൗവായ്ക്ക് ആദ്യം ഉണ്ടായത്. പക്ഷേ ഏദൻ തോട്ടത്തിൽ നിന്ന് അടിച്ച് പുറത്താക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവം, അപ്പോഴാണ് മനസ്സിലായത് അമളി പറ്റി. അപ്പോൾ സീറോ ആയി. അനുസരണക്കേട് കാണിക്കുമ്പോൾ നമ്മളൊരു ഹീറോ ആവും. ആൾക്കാരുടെ മുമ്പിൽ ഹീറോ ആകുമ്പോൾ ദൈവത്തിന് മുമ്പിൽ സീറോ ആവും. ആൾക്കാരുടെ മുമ്പിൽ അനുസരിച്ചാൽ സീറോ ആവും, അപ്പോൾ ദൈവത്തിന് മുമ്പിൽ ഹീറോ ആവും. ഇതാണ് വ്യത്യാസം. സിനഡാലിറ്റി എന്ന് പറഞ്ഞാൽ അനുസരണക്കേട് കാണിക്കുക, അല്ലെങ്കിൽ എല്ലാവരും പറയുമ്പോൾ കേൾക്കുക, ഇതൊന്നല്ല സിനഡാലിറ്റി. സിനഡാലിറ്റി എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ പ്രചോദനത്താൽ പ്രാർത്ഥനയിൽ തീരുമാനങ്ങൾ എടുക്കുക, പ്രാവർത്തികമാക്കുക. ഒരു മാനുഷിക ചിന്ത നമുക്കുണ്ടാകാൻ പാടില്ല, സ്വാർത്ഥ ചിന്ത ഉണ്ടാകാൻ പാടില്ല. ഞങ്ങൾ CBCI മീറ്റിങ്ങിന് ചെന്നപ്പോൾ മാർപ്പാപ്പയുടെ പ്രതിനിധിയായിട്ടുള്ള മെത്രാന്മാരുടെ കാർഡിനൽ ഗ്രേഗ് അദ്ദേഹം പറഞ്ഞു, മാർപ്പാപ്പ നിങ്ങൾക്കൊരു ഡോക്യുമെൻ്റ് തരാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിലുണ്ട്. അത് ഞാൻ ഫയലൊക്കെ നോക്കി കാണാനില്ല. പിന്നെ അവസാനം പറഞ്ഞത് ആ ഡോക്യുമെൻ്റ് ഇതാണ്, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ്, അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം. അതെല്ലാവരുടെ ബൈബിളിലുണ്ടല്ലോ. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനത്തിൽ എന്താണ് സിനഡാലിറ്റി എന്ന് കർത്താവ് കൃത്യമായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ ദിവസങ്ങളിൽ എല്ലാ രൂപതകളിലും ഇടവകളിലും കുടുംബ കൂട്ടായ്മകളിലും അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം ചർച്ച ചെയ്യണമെന്ന് ഞാൻ എൻ്റെ രൂപതയിലേക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമുണ്ട്, അതുകൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആക്ട്സ് 2:42 അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം 2-ാം അധ്യായം 42-ാം തിരുവചനത്തിൽ പറയുന്നൊരു കാര്യമാണ്. ആദിമസഭയുടെ പ്രത്യേകതകൾ. അവർക്ക് കൂട്ടായ്മയുണ്ടായിരുന്നു, അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങളിൽ ഉറച്ചു നിന്നിരുന്നു, അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ പങ്കുചേർന്നിരുന്നു. അപ്പം മുറിക്കൽ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ കുർബാനയാണ്. പ്രാർത്ഥനയുണ്ടായിരുന്നു. ഞാൻ പിള്ളേരോട് പറയും, കുട്ടികളോട് ഇങ്ങനെ പറയും, മക്കളെ 2 വാഹനങ്ങൾ നമ്മുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്നു, ഒന്നൊരു ജീപ്പ്, ഒന്നൊരു കാറ്. ജീപ്പിന് ഹെഡ്ലൈറ്റ് ഉണ്ട്. ജോൺ 8:12 ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. ജീപ്പിൻ്റെ ഡ്രൈവർ ജീസസ് ആണ്. ജീപ്പിന് ഇൻഡിക്കേറ്ററുണ്ട്, അതാണ് ദിശ നിശ്ചയിക്കുന്ന ഇൻഡിക്കേറ്റർ. ഗലേഷ്യൻസ് 1:10 നീ ദൈവത്തെയാണ് പ്രീതിപ്പെടുത്തേണ്ടത്, മനുഷ്യനെയാണ് പ്രീതിപ്പെടുത്തേണ്ടത്. അതാണ് ദിശ നിശ്ചയിക്കുന്ന ഇൻഡിക്കേറ്റർ. പിന്നെ ഞാൻ അവരോട് പറയും, മക്കളെ ജീപ്പിന് 4 ചക്രങ്ങളുണ്ട്. ആ 4 ചക്രങ്ങൾ അതാണ് ആക്ട്സ് 2:42 എന്ന് പറയും. പ്രയർ വീൽ, യൂക്രിസ്റ്റിക് വീൽ, ഫെയ്ത്ത് വീൽ, ഫെലോഷിപ്പ് വീൽ. ഈ 4 ചക്രങ്ങളിൽ വേണം കർത്താവിൻ്റെ ജീപ്പ് മുന്നോട്ട് കറങ്ങാം. തിരിച്ച് കാറിലേക്ക് വരും. ഈ ജീപ്പിൻ്റെ നിറം വെള്ളയാണെന്ന് പറയും, പരിശുദ്ധിയെ സൂചിപ്പിക്കാനായിട്ട്. കാറിൻ്റെ നിറം കറുപ്പാണെന്ന് പറയും. കാറിൻ്റെ ഡ്രൈവർ സൈറ്റനാന്ന് പറയും. എന്നിട്ട് മക്കളോട് പറയും, അതിന് ഹെഡ്ലൈറ്റും ഇല്ല, ഇൻഡിക്കേറ്ററും ഇല്ല. മക്കളോട് വീണ്ടും ഞാൻ പറയും, അതിന് 4 ചക്രങ്ങളുണ്ട്. 1 പരദൂഷണ ചക്രം, 2 പാരവെപ്പ് ചക്രം, 3 പകപോക്കൽ ചക്രം, 4 പരാതി പറയൽ ചക്രം. ഈ പിശാചി ചക്രങ്ങളൊക്കെ മേടിച്ചിരിക്കുന്നത് ബൈബിളിൽ തന്നെയാണ്. പരദൂഷണ ചക്രം എവിടെ നിന്ന് മേടിച്ചിരിക്കുന്നത് അറിയാവോ? ഫാരിസി ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന്. ഫരിസയർ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ. എപ്പോഴും കുറ്റം മാത്രം കാണും, കുറ്റം മാത്രം പറയും. കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു, ഗോതമ്പ് വയലിലൂടെ പോയി ഇപ്പോൾ ധാന്യം പറിച്ച് തിന്നുന്നു. കുറ്റം പറയുന്ന ഫാരിസി ട്രേഡിംഗ് കമ്പനിയിൽ നിന്നാണ് പിശാച് ഈ ചക്രം വാങ്ങിയിരിക്കുന്നത്, പരദൂഷണ ചക്രം. 2-ാമത്തെ ചക്രം പകപോക്കൽ ചക്രം, അത് ഹെറോദ് ട്രേഡിംഗ് കമ്പനിയിൽ നിന്നാണ്. ഹെറോദസ് രാജാവ് എന്താ ചെയ്തത്? ഒരു രാജാവ് പിറന്നെന്ന് കേട്ടപ്പോൾ 2 വയസ്സിൽ താഴെയുള്ള എല്ലാവരും കഴുത്തറക്കാൻ പറഞ്ഞു. പക പോക്കുക. അങ്ങനെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. 3 പാരവെപ്പ് ചക്രം, ഇത് ജൂഡസ് ട്രേഡിംഗ് കമ്പനിയിൽ നിന്നാണ്. ജൂഡസ് ട്രേഡിംഗ് കമ്പനി യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞ് കിസ് ചെയ്യണം. അതിൻ്റെ അർത്ഥം യു കിൽ ഹിം. കാണിക്കുന്ന ഒന്ന് പാരവയ്ക്കുക. ജൂഡാസിൻ്റെ ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പിശാച് ഒരു ചക്രമാണ് പാരവെപ്പ് ചക്രം. 4-ാമത്തെ പരാതി പറയൽ ചക്രം, അത് സെബദി ട്രേഡിംഗ് കമ്പനിയിൽ നിന്നാണ്. ഒരു മോൻ ഇപ്പുറത്തിരുത്ത്, ഒരു മോൻ അപ്പുറത്തിരുത്ത്, എപ്പോഴും കംപ്ലൈൻറ്റ്, ഒരിക്കലും സംതൃപ്തിയില്ല.
ഞാൻ പിള്ളേരോട് പറയും, മക്കളെ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം പഠിപ്പിക്കുന്ന ആക്ട്സ് 2:42 ഉണ്ടല്ലോ, അതിൽ വ്യക്തമാക്കുന്ന ആ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ ഏത് വണ്ടിയിലാണ് കയറിയിരിക്കുന്നത്? കർത്താവിൻ്റെ പ്രയർ വീൽ, പ്രാർത്ഥനയുണ്ടോ? യൂക്കറിസ്റ്റിക് വീലുണ്ടോ? ഫെലോഷിപ്പ് വീലുണ്ടോ? ഫെയ്ത്ത് വീലുണ്ടോ നിങ്ങളുടെ വണ്ടിക്ക്? അല്ലെങ്കിൽ നിങ്ങളുടെ കാറ്, നിങ്ങൾ കാറിനകത്താണോ എന്ന് ചിന്തിച്ച് നോക്കുക. പരദൂഷണം പറയുന്നുണ്ടോ? പാരവെപ്പുണ്ടോ? പകപോക്കലുണ്ടോ? പരാതി പറയലുണ്ടോ? ഞാൻ ഈ കാര്യം ഒരു ക്ലാസ്സിൽ ഷെയർ ചെയ്തപ്പോൾ ജീപ്പിലാണോ നിങ്ങളെന്നൊക്കെ ചോദിച്ചു. അവസാനം പറഞ്ഞു ജീപ്പിലാണ്, പക്ഷേ ജീപ്പ് കട്ടപ്പുറത്ത് ഇരിക്കുന്നത് 4 ചക്രവും കറങ്ങുന്നതാണ്. പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്തെന്നറിയാവോ? ഈ ജീസസിൻ്റെ ജീപ്പിൻ്റെ ഫെലോഷിപ്പ് വീല് പഞ്ചറാക്കാനായിട്ടാണ്. അത് പഞ്ചറാക്കാൻ പിശാച് ഉപയോഗിക്കുന്ന മൂർച്ചയുള്ളൊരു ആയുധമുണ്ട്. അത് പറയുന്നവർക്ക് ഞാൻ സമ്മാനം കൊടുക്കാമെന്ന് പറഞ്ഞു. ഒരാൾ പറഞ്ഞു, എന്താണെന്നറിയാവോ? നാവ്. ഇതുകൊണ്ടാണ് പിശാച്, നമ്മുടെയൊക്കെ നാവ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഫെലോഷിപ്പ് വീൽ ചക്രം ആ ഫെലോഷിപ്പ് വീല് ചക്രം പഞ്ചറാക്കുന്ന പിശാച്. ദൈവം എത്ര സൂക്ഷിച്ച നാവ് വെച്ചിരിക്കുന്ന വായുടെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് അതിൻ്റെ മുമ്പിൽ 32 പല്ലുകൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുമ്പിൽ ചുണ്ടുകളാകുന്ന ഷട്ടർ. എന്തിനാണെന്നറിയാവോ? സൂക്ഷിച്ചുപയോഗിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ ചിലർ ഒരു സൂക്ഷ്മമില്ലാതെ ഷട്ടർ അങ്ങോട്ട് പൊക്കി നിരപ്പരയാണ്ട് ഊരി വെട്ട അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം അതുകൊണ്ട് മാർപ്പാപ്പ ആവശ്യപ്പെട്ടിരിക്കുന്ന അപ്പസ്തോലന്മാരുടെ പ്രവർത്തനത്തിൽ ആദിമസഭയെപ്പോലെ പുതിയ ശൈലിയിലേക്ക് വരാനായിട്ട്, സിനഡാലിറ്റി ശൈലിയിലേക്ക് നമുക്ക് പ്രാർത്ഥനാ ചക്രം കറങ്ങട്ടെ, നമ്മുടെ ജീപ്പിൻ്റെ ഫെയ്ത്ത് വീൽ കറങ്ങട്ടെ, ഫെലോഷിപ്പ് വീൽ കറങ്ങട്ടെ, യൂക്കറിസ്റ്റിക് വീൽ കറങ്ങട്ടെ. തീർച്ചയായിട്ടും ജോൺ 8:12 ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന പ്രകാശത്തിൽ, യേശുവിൻ്റെ പ്രകാശം നമുക്ക് മുന്നേറാൻ സാധിക്കും. ദൈവഹിതം മാത്രം നോക്കിക്കൊണ്ട് ജീപ്പ് നമുക്ക് നയിക്കാൻ സാധിക്കും. അങ്ങനെ നല്ല ഒരു ആദിമ സഭയുടെ ചൈതന്യം ഉൾക്കൊണ്ട ക്രൈസ്തവ സമൂഹമായി മാറാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.